أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله سبحانه وتعالى പരിശുദ്ധമായ ഈ ഖസീദത്തുൽ ബുർദ നമ്മൾ പഠിക്കുന്നത് റസൂലുള്ളാഹിയിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് വർദ്ധിക്കാനും കാരണമാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി كلهم آمن تذكر عن بذي سلمي ما زجت دمعا جرى من مقلات بدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أما الريح من تلقاء عاصمة وعوما والبرق في والماء من عظمه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആശിഖീങ്ങളുടെ മനസ്സുകളിൽ മഹബ്ബത്തിന്റെ കുളിർമഴ പെയ്യിക്കുന്ന മഹത്തായ ഖസീദത്തുൽ ബുർദയാണ് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ക്രമം പോലെ അത് പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ റസൂലുള്ളാഹിയിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇനി ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതിന്റെ ഒരു മുഖദ്ദിമ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ ഇതിന്റെ ഒരു മുഖവരയായിട്ട് ഇതിന്റെ മുസന്നിഫ് ആരാണ്, ആ മുസന്നിഫിനെ കുറിച്ചും ഈ കിതാബിന്റെ പ്രത്യേകതകൾ, ഈ ബുർദ ഷരീഫിന്റെ ഫായിദകൾ എന്തൊക്കെയാണ്, അത് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, രോഗശമനം, അതേപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പല കിതാബുകളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്തരം ചില പോയിന്റുകൾ മാത്രം എന്ന് പറഞ്ഞിട്ട് ബൈത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഏതൊരു വിഷയവും നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ത്, അൽ മുഖദ്ദിമ, അതിന്റെ മുഖവുര. അത് രചിച്ച ഒരു മുസന്നിഫ് ഉണ്ടാവും. ആ മുസന്നിഫിന്റെ ശ്രദ്ധതകളും ഫളായിലുകളൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് അദ്ദേഹം ഉണ്ടാക്കിയ ആ ബൈത്തിന്റെ ശ്രദ്ധതകൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ നമ്മൾ സാധാരണ ബൂസൂരി ഇമാം അല്ലെ, ബൂസൂരി ഇമാം എന്നാണ് ചെറുപ്പം മുതലേ കേൾക്കാറുള്ളത്. ബൂസൂരി ഇമാമിന്റെ ബുർദ എന്നാണ്. ആ മഹാനവറുകളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കാം. മുഹമ്മദ് എന്നാണ് പേര്. താൻ സ്നേഹിക്കുന്ന തന്റെ മഹബൂബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെയാണ് മഹാനവറുകൾക്ക് അവരുടെ മാതാപിതാക്കൾ ഇട്ടത്. സഈദ് എന്നുള്ളത് ഉപ്പാന്റെ പേര്. അപ്പൊ മുഹമ്മദ് ബിന് സഈദ്. ഉപ്പാപ്പാന്റെ പേര് ഹമ്മാദ്. മുഹമ്മദ് ബിൻ സഈദ് ബിൻ ഹമ്മാദ്. കിതാബിൽ കാണാം അസ്വൻഹാജി അൽ ബൂസീരി. സ്വൻഹാജ് എന്നുള്ളത് മൊറോക്കോയിലെ ഒരു ഗ്രാമമാണ്. അവിടെയായിരുന്നു മഹാനവറുകളുടെ ഉപ്പാപ്പമാര്, അതായത് അസ്സില് മൊറോക്കക്കാരാണ്. അങ്ങനല്ലോ ഇപ്പൊ ഇന്ത്യക്കാരന് ചിലപ്പോ ഇവിടെ വന്ന് ഇവിടെ തന്നെ താമസമാക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ മുവാത്തിനായാലും ഇവരുടെ അസിലെന്നാണ് ഹിന്ദിയാണ്. അതുപോലെ
ഇവരുടെ അസല് ശരിക്ക് മൊറോക്കയാണ്. അവിടെയുള്ള ഒരു ഗ്രാമമാണ് സൻഹാജ്. അപ്പൊ അതിലേക്ക് ചേർത്തിയിട്ട് അറബി വംശപ്രകാരം അതെപ്പോഴും പേരിന്റെ കൂടെ പറയും അസല്. നമ്മൾ ചുരുക്കിയിട്ട് സാധാരണ മഹാനവറുകൾ അറിയപ്പെടൽ മുഹമ്മദ് ബിൻ സഈദുൽ ബുസീരി, മുഹമ്മദ് ബിൻ സഈദുൽ ബുസീരി എന്നാണ്. അദ്ദേഹത്തിന്റെ ലഖബലം, സ്ഥാനപ്പേര്, നമ്മളിപ്പോ ഏതൊരു മുസ്ലിം നബിയെ കുറിച്ചും പഠിക്കുമ്പോൾ ഒരു ലഖബലം ഉണ്ടാവും, ഒരു കുഞ്ഞത്ത് അലമുണ്ടാവും, വിളിപ്പേരുണ്ടാവും, സ്ഥാനപ്പേരുണ്ടാവും. സ്ഥാനപ്പേര് ഷറഫുദ്ദീൻ എന്നാണ്. ഷറഫുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ലഖബ് അലം, സ്ഥാനപ്പേര്. അറബികളിൽ ഒരു രീതിയാണ്, പേരിന്റെ കൂടെ ഒരു ലഖബ് അലമുണ്ട്. വിളിപ്പേര് അബു അബ്ദില്ല എന്നാണ്. അപ്പൊ അബു അബ്ദില്ല ഷറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സഈദ് ബിൻ ഹമ്മാദ് ബിൻ സൻഹാജി അൽ ബൂസീരി. അപ്പൊ നമുക്കൊരു സംശയമുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ബൂസീരി എന്നങ്ങനെ പേരൊന്നും അതിലൂടെ പറഞ്ഞില്ല. അതായത് അദ്ദേഹം ജനിച്ചത്, മഹാനവറുകൾ ജനിച്ചത്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ മൊറോക്കോയിൽ നിന്നും മുമ്പേ എന്താക്കി മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് താമസം മാറ്റിയിരുന്നു. അങ്ങനെ മിസ്റിൽ വച്ചാണ് മഹാനായ ബുസീരി ഇമാം ജനിക്കുന്നത്. മിസ്റിലെ ദലാസ് എന്നുള്ള പട്ടണത്തിൽ ഒരു ഗ്രാമം, അത് ഉപ്പാന്റെ നാടായിരുന്നു. ഉപ്പാന്റെ അല്ല, ഉമ്മയുടെ നാടാണെന്ത് ദലാസ്. അവിടെ ജനിച്ചു. പിന്നെ വളർന്നതും ഇതൊക്കെ എവിടെയാണ്? ബൂസീർ എന്നുള്ള നാട്ടിലായിരുന്നു. അത് പിന്നെ ഉപ്പയുടെ സ്ഥലമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മളെ ഒരു സ്ഥലം ഭാര്യക്ക് ഒരു നാടായിരുന്നു. അതുപോലെ ഉപ്പയുടെ നാട്, ഉമ്മയുടെ നാട് എന്ന് രണ്ട് നാട് കിതാബിൽ കാണാം. ദലാസ് എന്നുള്ള ഉമ്മയുടെ നാട്ടിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അപ്പൊ ആ ചെറുപ്പകാലത്ത് അവിടെയായിരുന്നു. പിന്നെ വളരുന്നത് ബൂസീർ എന്ന് പറയുന്ന, മിസ്റിൽ തന്നെ ബൂസീർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം, അത് ഉപ്പയുടെ നാടാണ്. പക്ഷെ വലുതായപ്പോൾ ഉപ്പയുടെ നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് ബൂസീരി, ഹിന്ദി എന്നൊക്കെ പറയുന്ന പോലെ ബൂസീരി എന്ന് കൂട്ടിയിട്ട്. ഇതല്ല, ബൂസൂരി അല്ല, സ്വാദിന് ലമ്മല്ല. അത് തെറ്റാണ്, ആണെന്ന് ഇതിന്റെ ശാരീരികൾ പറയുന്നു. നമ്മൾ ബൂസൂരി ഇമാം എന്ന് പറയാം ചില ആൾക്കാർ മലയാളത്തില്. അപ്പൊ ബൂസീർ സ്വാദിന് കെസറാണ് എന്നർത്ഥം. അപ്പൊ ഒന്നും കൂടി ഓർമ്മിക്കാം, ഇമാം ബൂസീരിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ഉപ്പാന്റെ പേര് സഈദ്. മുഹമ്മദ് ചുരുക്കി പഠിക്കണമെങ്കിൽ മുഹമ്മദ് ബിൻ സഈദ് ബിൻ ബുസീരി, മുഹമ്മദ് ബിൻ സഈദ് ബുസീരി. അബു അബ്ദില്ല എന്നുള്ളത് വിളിപ്പേരാണ്. ഈ അബു ഉമ്മ എന്നൊക്കെ കൂട്ടിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുഞ്ഞത്തലമ വിളിപ്പേര്, അറബികൾക്കെല്ലാം വിളിപ്പേരുണ്ടോ, സ്വന്തം പേര് വിളിക്കില്ല. മക്കള് പേരുണ്ട്, മൂത്ത കുട്ടികളിലേക്ക് ചേർത്തിയിട്ട്. ഇപ്പൊ നമ്മളോടും അവർ ചിലപ്പോൾ പരിചയപ്പെട്ടല്ല. അറബികൾ കൂടുതലുള്ള സ്ഥാപനത്തിലൊക്കെ നിന്റെ മൂത്ത കുട്ടിന്റെ പേര്, എത്ര മക്കളെന്നൊക്കെ ചോദിക്കും. മറ്റേ അക്ബർ, മൂത്ത കുട്ടിന്റെ പേര് റാഷിദ് എന്നാണെങ്കിൽ പിന്നെ അവര് നാളെ മുതൽ വിളിച്ചിരുന്നായിരിക്കും അബു റാഷിദ്. നമ്മളെ കാലത്തെ കാര്യം അബു റാഷിദ് ബാക്കിലോട്ട് നോക്കും, വേറാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മളെ തന്നെ വിളിക്കുന്നത് അബു റാഷിദ്. അങ്ങനെ ഒരു ചെറിയ വർക്കുണ്ട്. ചില ആൾക്കാരുടെ ഈ ലേഖനമൊക്കെ എഴുതുന്ന ആൾക്കാരുടെ ലേഖനത്തിന്റെ ഓദര പേര് ഉപ്പയിലേക്ക് ചേർത്തിട്ട് ഉണ്ടാവും, അബു റാഷിദ് അങ്ങനെ നിന്നു. പേര് ശരിക്കും കൊടുക്കില്ല അവർ. ഏതായാലും അദ്ദേഹം മഹാനവറുകൾ ജനിച്ചത് ഹിജ്റ 608 അപ്പോ കുറേ മുമ്പായി. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ, അതായത് ക്രിസ്താബ്ദം 1213. ഇപ്പത്രായി 2025. ഏകദേശം 709 അങ്ങനത്തെ കൊല്ലം വരും. 720 കണക്കൂട്ടൊക്കെയാണ്. അത്രയും കാലം മുമ്പ് ജനിച്ചൊരു മഹാനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നും ലോകത്ത് ആ പേര് അറിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം സ്നേഹിച്ചിട്ട് ഹൃദയത്തിൽ നിന്നും കരകവിഞ്ഞൊടുകിയ ഇഷ്കിന്റെ ആ ഗാനങ്ങൾ ഇങ്ങനെ അദ്ദേഹം രചിച്ചപ്പോ അതിലൂടെ വൃദ്ധയിലൂടെ അറിയപ്പെട്ടു. എത്ര കാലം മുമ്പ് ജനിച്ച് വഫാത്തായി പോയ മഹാൻ ഹിജ്റ 694 അഥവാ 86-ാമത്തെ വയസ്സിലാണ് മിസ്റിൽ തന്നെ എന്താക്കുന്നത്, അദ്ദേഹം വഫാത്താകുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഖബർ ഇസ്കന്ദരിയ എന്നുള്ള ആ നാട്ടിൽ, അതായത് അലക്സാണ്ട്രിയ ഇംഗ്ലീഷിൽ കാണാം നമ്മളെ മിസ്റിൽ. അവിടെ
അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. ഇന്നത്തെ ഷെയ്ഖാർ എന്നൊക്കെ പറയും. അങ്ങനെ അദ്ദേഹം എന്തായി, ഈ ദലാസ് എന്നുള്ള ഉമ്മയുടെ നാട്ടിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെ നിന്ന് തന്നെ പഠിച്ചു. പിന്നെ കൂടുതൽ പഠിക്കാൻ വേണ്ടി എവിടത്തേക്ക് വരുന്നു? അലക്സാണ്ട്രിയ എന്നുള്ള പട്ടണത്തിലേക്ക് വരുന്നു. അന്നും ഇന്നും മിസ്ർ എന്നുള്ള ആലിമീങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമാണ്. അവിടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഉസ്താദുലി തങ്ങളുടെ ശിഷ്യനായ മുരീദായ അബു അബ്ദുല്ലാഹിൽ മുർസി എന്നുള്ള വലിയൊരു മഹാനാണ്. അബു അബ്ദുല്ലാഹിൽ മുർസി അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചതാണ്. അവർ വലിയ സൂഫിയായ മഹാനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ വളരെ ബുദ്ധിവൈഭവമുള്ള ഈ കുട്ടി എല്ലാ ഫന്നുകളിലും ഇൽമിന്റെ എല്ലാ മേഖലകളിലും എന്താക്കി വളരെ നിപുണനായി. അറബി സാഹിത്യം, അതേപോലെ തന്നെ കവിതകൾ രചിക്കുക, അതുപോലെ തന്നെ ഇൽമുൽ ഫിഖ്ഹ്, വെറും കവി മാത്രം അറിയപ്പെടല്ലേ, ഇൽമുൽ ഫിഖ്ഹിലുള്ള അഗാധമായ പാണ്ഡിത്യമാണ്. അതേപോലെ തന്നെ ഇൽമു തൗഹീദ്, അങ്ങനെ ഒരുപാട് മഹാന്മാരിൽ നിന്നുണ്ടാക്കി ഇൽമു പഠിച്ചിട്ട് ചെറുപ്പകാലം അദ്ദേഹത്തിന്റെ ആ ചെറുപ്പത്തിൽ തന്നെ വലിയൊരു പണ്ഡിതനായിരുന്നു. പക്ഷെ എന്താക്കി കവിതയിലാണ് എന്താക്കി അറിയപ്പെട്ടത്. അങ്ങനെയുണ്ടല്ലോ, ചില ആൾക്കാർ ഒരു വിഷയത്തിൽ അറിയപ്പെടും, പക്ഷെ ബാക്കിയെല്ലാം ഉണ്ടാവും. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ എന്താക്കി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കവിത എഴുതിയ ചരിത്രമൊക്കെ അതിൽ കാണുന്നുണ്ട് കിതാബിൽ. അദ്ദേഹം ഒരു ദർസിൽ ഷെയ്ഖ് അബ്ദുല്ലാഹിദ് ലാഹിരി എന്നുള്ള ഒരു വലിയൊരു മഹാന്റെ ദർസിൽ പഠിക്കുന്ന ആ പ്രായത്തിൽ, മുത്തല്ലിമായിട്ട് പഠിക്കുന്ന ആ പ്രായത്തിൽ എത്രത്തോളം മുത്തല്ലിങ്ങളുണ്ട് തരോ? 1200 മുത്തല്ലിം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ നാട്ടിലൊക്കെ പഴയ കാലത്തിൽ 100 മുത്തല്ലിം ഉണ്ടെന്നാൽ വലിയ ദർസ് എന്ന് പറയും. ഇപ്പൊ ഒന്നുമില്ല, ദർസേ ഇല്ല. 1200 മുത്തല്ലിമീങ്ങൾ പഠിക്കുന്ന വലിയൊരു ദർസ്, വലിയൊരു ഷെയ്ഖിന്റെ ദർസാണ്. അവിടെ ഈ വല്ല പാവങ്ങളാണോ മുത്തല്ലിമീങ്ങൾ? അന്നും ഇന്നും അങ്ങനെയാണല്ലോ. അപ്പൊ അവർക്ക് ചെലവിന് വേണ്ടി ഒരു സ്വാലിഹായ ഒരു രാജാവ്, നജമുദ്ദീൻ അയ്യൂബി എന്നുള്ളൊരു രാജാവ് 3000 ദീനാർ ഇവിടുത്തെ കാര്യസ്ഥനെ ഏൽപ്പിച്ചു. ഈ സ്ഥാപനം നോക്കി നടത്തുന്ന ആളെ ഏൽപ്പിച്ചു. അയാളെത്താൻ നല്ല ആളല്ല. അയാളെന്താക്കി കുറെ പൈസ എന്താക്കി മുക്കിയിട്ട്, ഈ കുട്ടികൾക്കൊന്നും തിരിയില്ലല്ലോ, കുറച്ചായി ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ കുറച്ച് ദിർഹംസ് മാത്രം ഇങ്ങനെ ഇവർക്ക് കൊടുത്തുന്ന. ഇതാർക്ക് മനസ്സിലായി? ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, പലരും സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ എന്താക്കുന്നുണ്ട്, ബ്ലാക്കിലൂടെ പലരും ഈ കമ്മിറ്റിക്കാർ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ മുത്തല്ലിമായ ബുസീരി ഇമാം എന്താക്കി കവിത എഴുതാൻ തുടങ്ങി. അന്ന് കവിതയാണ് ഏറ്റവും പ്രധാനം. നല്ലൊരു അടിപൊളി കവിത ഇങ്ങനെ സാഹിത്യത്തിൽ എഴുതി. എന്നിട്ട് എന്താക്കി അത് മഹാനവറുകൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. അത് ഭയങ്കര ഇഷ്യൂ ആയി. കാരണം ഇവിടുത്തെ രഹസ്യങ്ങൾ എന്തൊക്കെ എല്ലാം പുറത്തായി എന്നുള്ളവർക്ക് ആകെ പ്രശ്നമായി. അത് ഭരണകൂടത്തിനും അതേപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും അതറിഞ്ഞു. അപ്പൊ ഈ ചരിത്രം പറയുമ്പോ മഹാന്മാർ പറയുന്നു അദ്ദേഹത്തിന്റെ കവിതാ പാഠവും എത്രത്തോളം ഉണ്ട്. ലൈത്ത ഷെയരി എന്ന് പറഞ്ഞിട്ട് ഒരു ബൈത്താണ് മുത്തല്ലിമായ പ്രായത്തിലാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് എനിക്കൊന്നും പൈസ കിട്ടുന്നില്ല, ഇവിടുന്ന് ആ ഒരു പൈസക്കാരൻ കൊടുത്ത ആ രാജാവ് കൊടുത്ത പൈസ നമുക്കൊന്നും കിട്ടുന്നില്ല, ചെലവിന് പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയമാണ് പഠിക്കുന്ന കാലം. അദ്ദേഹം പാടി ലൈത്ത ഷെയരി മാ മുഖ്തദാഹിർമാനി റഹ്മാൻ റബ്ബിലേക്ക് അടുത്തിട്ട് ഇൽമു പഠിക്കുന്ന എനിക്കെന്തുകൊണ്ട് ഇവിടുത്തെ ഈ ചെലവിന് കൊടുത്ത പൈസ കിട്ടുന്നില്ല? എന്നിട്ട് ഇങ്ങനെ പാടുന്നുണ്ട്, അംലി കൗനി ഫി ഇസിരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാര ശേഷവും ഞാൻ ഈ സുൽത്താന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ, മുത്തലിങ്ങളല്ലേ, നാടിന് വേണ്ടി ദുആ ചെയ്യുന്നു. എന്നിട്ട് നമുക്കെന്തേ തരാത്തത്? ഇതെല്ലാം പലരും മുക്കിക്കൊണ്ടുമാണ്. حملت من عطائه 1000 دينار إلينا من بعدها 1000 ദീനാറും പിന്നെ 1000. അപ്പൊ 3000 ദിർഹംസ് എല്ലാം ഈ ബൈത്തിന് മുമ്പിൽ എന്താക്കുന്നത് പറയുന്നത്, ബൈത്തിൽ തന്നെ പറയുന്നത്, നല്ല അവരുടെ ശൈലിയിൽ പറയും. എന്നിട്ട് പറയാം 3000 ദിർഹംസ് ഇവിടെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് എല്ലാ തെളിവുകൾ ശേഖരിച്ചിട്ടാണ് എന്താക്കുന്നത് ഈ ബൈത്ത് പാടുന്നത്. എന്നിട്ടോ 3000 ദിർഹംസ് ഒരു നല്ലൊരു രാജാവ് മുതലാളിയോട് ഏൽപ്പിച്ചു പോയിട്ടും മാ അതാനി മിൻഹാ വലദ്ദിർഹമുൽ ഫർദു,
വഹാദാ ഹഖീഖത്തുൽ ഉദ്വാനി. 3000 പോയിട്ട് ഒരു ദിർഹം പോലും നമുക്ക് എന്താക്കിയിട്ടില്ല, ഇവിടെ കിട്ടിയിട്ടില്ല ഈ മുത്തവല്ലി മക്കൾക്ക്. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ മുഖ്യ ആൾ, അദ്ദേഹത്തിന്റെ പേര് ബഹാഉദ്ദീൻ എന്ന് പറയുന്നുണ്ട്. അതിന് അയാള് പറയുന്ന ഇപ്പോ കുല്ലമാ ജാഅത്തിദ് ദനാനീറു, ഇങ്ങനെ ദീനാറുകൾ പല സ്ഥലത്തും വലിയ സ്ഥാപനമായിരിക്കും. കാരണം 1200 കുട്ടികൾക്ക് പഠിക്കുന്ന വലിയൊരു അറബി കോളേജ് വലിയ സ്ഥാപനമായിരുന്നു. അവിടെ പലരും സംഭാവന ചെയ്യുമല്ലോ. അങ്ങനെ ദീനാറുകൾ സംഭാവനകൾ ഇങ്ങനെ വരുമ്പോ യൻഖല്ലു അലൈഹൽ ബഹാഉ കശ്ശൈത്വാനി, ബഹാഉദ്ദീൻ എന്താക്കും, ശൈത്താനെ പോലെ ആ പൈസന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാടി പോകും. എന്നിട്ട് ആരും കൊടുക്കില്ല. അല്ല അതെല്ലാം അവന്റെ കുടുംബത്തിനും അവന്റെ സ്ഥാപനത്തിനും ഷോപ്പിനെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് മക്കളെ കണ്ണൊപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ കൊടുക്കും. ഓക്കെ, അങ്ങനെ നൂനി, ഇതിന് പിന്നെ ഖസീദത്തുൽ നൂനിയ, എല്ലാം നൂന കൊണ്ട് അവസാനിക്കുന്ന എല്ലാം പ്രാസോപ്പിച്ചിട്ട് ഒരു ബൈത്ത് ഉണ്ടാക്കിയതാണ്. എന്നാലും നമ്മളെ ബുറുദ ഖസീദത്തുൽ മീമിയ, മീമാണ്. കാരണം അതുകൊണ്ട് എല്ലാം താൻ ഇഷ്ടപ്പെടുന്ന ഹബീബായ മുഹമ്മദ് ആ മുഹമ്മദ് എന്നുള്ള പേരിലേക്ക് സൂചിപ്പിച്ചിട്ട് ബുറുദ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബൈത്തിന്റെ അവസാനം മീമുണ്ടാവും. മീം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. എപ്പോഴും ഓർമ്മകരണം ആരെ, എന്റെ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പുറം അഭിമാനത്തോടെ ആ ബൈത്തിൽ പറയുന്ന എന്റെ പേര് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് മുഹമ്മദ് എന്നുള്ള പേരിലിടാം. പേരെല്ലാം പേശാനായിട്ട് ഇപ്പൊ ഒന്നും ഇല്ലാതെ. ഇപ്പൊ ചോദിക്കും, പിന്നെ എല്ലാം ഉറപ്പിച്ചിട്ട് പേരേശം ഇട്ടിട്ടുണ്ടോ, എന്നാലും ആ ഉസ്താദ് ചോദിച്ചിട്ടാന്ന് പറയണ്ട, എന്താക്കും ചോദിക്കും. അപ്പൊ അങ്ങനെ വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഈ കവിതയിൽ വളരെ കഴിവുള്ള മഹാനായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. മിസ്റിലെ ഷർഖിയ എന്നുള്ള നാട്, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ അടിച്ച ഷർഖിയ എന്നാണ് മിസ്റിലെ നാട്. അവിടെ പട്ടണത്തിൽ ഇതാക്കി വലിയ രാജകൊട്ടാരത്തിൽ ഹുക്കൂമത്തിന്റെ ജോലി കിട്ടി. അങ്ങോട്ട് ഔക്കാഫിലും ജോലി കിട്ടുന്ന പറഞ്ഞ പോലെ വലിയ പണ്ഡിതനായതുകൊണ്ട് ജോലി കിട്ടി. അടുത്ത വലിയ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജകവികളിൽ പ്രമുഖനായി. പക്ഷെ അവിടെ എന്താണ് പ്രശ്നം, ഈ രാജാക്കന്മാരെ പുകഴ്ത്തി പാടണം. അവരെ ഗസ്റ്റ് എല്ലാം പല രാജ്യത്തും വരുമ്പോ അവരെ മജ്‌ലിസിൽ ആ നാട്ടിലെ രാജാവിനെ എന്താക്കണം, ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാടണം നല്ല ഇണത്തിൽ. അത് പിന്നീട് മഹാൻ വലിയ കുറ്റബോധം ഉണ്ടാക്കി. കളവല്ല ഇങ്ങനെ പാടുന്നു മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു കഴിവ് മഹാൻ നല്ല വിഷയത്തിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയൊരു ഇത് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ പിന്നെ കൊട്ടാരത്തിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് വഴിയരികിൽ ഒരു മെലിഞ്ഞ ഒരാളെ കണ്ടു. പരിചയമൊന്നുമില്ലാത്ത അപരിചിതനായ ഒരു മനുഷ്യൻ, വയസ്സുണ്ട്. ആ മനുഷ്യൻ ചോദിച്ചു, ഇതിപ്പോ ഞാൻ വായിക്കുന്നത് ബുറുദയുടെ എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിപ്പോ നമ്മള് ക്ലാസ്സിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട അശ്ശേഖ് സക്കരിയ അൻസ്വാരി വലിയ മഹാനാണ്. നമ്മളെ ജിഫ്രി തങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയും സക്കരിയ അൻസാരി തങ്ങൾ. കാരണം വലിയായിട്ടും ആ വിലായത്തിനെ ഇൽമ കൊണ്ടുണ്ടാക്കി മറച്ചു വെച്ച മഹാനാണ്, ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതെ. അങ്ങനെ ജീവിച്ച ആൾക്കാരുണ്ട്. ശംസുൽ ഒക്കെ ഉദാഹരണം പറയാൻ അങ്ങനെയാണ്, സക്കരിയ അൻസാരി തങ്ങളെ പോലെയാണ്. ആ മഹാന്റെ ഒരു, അതുപോലെ തന്നെ ഇബ്നുൽ ഹൈതമി തങ്ങളുടെ ഷറഹുണ്ട്. അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് ഷറഹുണ്ട്. അതിൽപ്പെട്ട ഒരു ഷറഹാണ് അസീദത്തുൽ ശുഹദ ഷറഹു ഖസീദത്തുൽ ബുറുദ എന്ന് പറഞ്ഞിട്ട്. ആ കിതാബിൽ കാണുന്നുണ്ട് എന്ത്, ഈ മഹാനോട് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ വെച്ച് ഒരാൾ ചോദിച്ചു, അൻത റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങള് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിരുന്നോ? പെട്ടെന്നൊരു ചോദ്യമാണ്. അതുവരെ ഈ ചിന്ത ഒന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലല്ലോ. ശരി. അങ്ങനെ മൂപ്പര് ബുസീരിമാം വീട്ടിലേക്ക് നടക്കുമ്പോഴും വീട്ടിലെത്തിയിട്ടും ഒക്കെ ചിന്ത ആരെക്കുറിച്ച് മാത്രമാണ്, അതാരാണ് ചോദിച്ചതെന്ന് അവർ പിടുത്തില്ല. അപരിചിതനാണ്, അവരങ്ങനെ പോയി. പിന്നെ ബുസീരിമാം പറയുന്നു, ഞാൻ ഇതുവരെ തങ്ങളെ കണ്ടിട്ടില്ല, ആ കഴിഞ്ഞ രാത്രിയും കണ്ടിട്ടില്ലല്ലോ ഇയാൾ ചോദിക്കുമ്പോ. പക്ഷേ ലാക്കിൻ ഇംതല ഖൽബി മിൻ ദാലികൽ കലാമി ബിഇശ്ഖിഹി വമഹബ്ബതിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നിമിഷം മുതൽ എന്റെ ഖൽബിൽ ഇങ്ങനെ
റസൂലുള്ളാഹിനോട് ഇഷ്കും മഹബത്തും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ ഞാൻ തൂല ബൈത്തി, ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണല്ലോ, അങ്ങനെ വീട്ടിലേക്കെത്തി, റൂമിലേക്കെത്തി, വന്യംതു, ഞാൻ ഉറങ്ങി. ഇതാ അന റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴിതാ ഞാൻ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടു. മഅൽ അസ്ഹാബി, സ്വഹാബികൾ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തിരുത്താണെന്നൊരു ശംസി ബൈനൻ നുജൂമി, നക്ഷത്രങ്ങൾക്കിടയിൽ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഞാൻ എന്റെ ഹബീബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി. അങ്ങനെ ഞാൻ ഏറ്റവും വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. ആ പറച്ചിലൊക്കെ കുറെ നക്ഷത്രങ്ങൾ, സ്വഹാബികൾ, അതിന്റെ ഇടയിൽ ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരിക്കും, കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ. എന്തൊരു കാഴ്ചയായിരിക്കും. നമുക്കുള്ളത് കാണാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഞാൻ ഉണർന്ന് നോക്കുമ്പോ ഇതെന്നില്ലാത്ത സന്തോഷവും ആനന്ദവും സ്നേഹവും മഹബത്തും ഷൗക്കും ഒക്കെ കൽബിൽ നിറഞ്ഞിട്ടുണ്ട്. വലം യുഫാരിഖ് ബഅദ ദാലിക മിൻ ഖൽബി മഹബ്ബത്തു ദാലിക നബി സ്വല്ലല്ലാഹു ദാലിക നൂർ, ആ കണ്ട പ്രകാശത്തിന്റെ, ആ നൂറാനിയത്തിന്റെ കേദാരമായ നബിത്തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളല്ലാതെ പിന്നെ എന്റെ മനസ്സിൽ വരുന്നില്ല. അള്ളാഹ് ഒരു വഴിത്തിരി കൊടുത്താണ്. അങ്ങനെ ഇത്രയും വലിയ കവിത രചിക്കാൻ കഴിവുള്ള ഒരു മഹാൻ അള്ളാഹ് റസൂലുള്ളാഹിലേക്ക് തിരിക്കാൻ, എന്റെ ഹബീബിന്റെ പേരിൽ നീ ഇത് രചിക്കാൻ വേണ്ടി അള്ളാഹ് ചിന്തകൾ മാറ്റണം. മറ്റത് ആ കൊട്ടാരത്തിൽ ജോലി ചെയ്തിട്ടുള്ള കളവും ഇല്ലാത്തെല്ലാം പാടണ്ടേ. അങ്ങനത്തെ ഒരു കഴിവെന്താക്കി അള്ളാഹ് നല്ലതിലേക്ക് തിരിക്കാൻ. അതാണ് തൗഫീഖ് എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്താക്കി, ഒരുപാട് ഖസീദകൾ രചിക്കാൻ തുടങ്ങി. ഖസീദത്തുൽ മുദരിയ, ഖസീദത്തുൽ ഹംസിയ, അങ്ങനെ ഒരുപാട് ഖസീദകൾ രചിക്കാൻ തുടങ്ങി. ആ ജീവിത ശൈലി തുടങ്ങിയ സമയത്താണ് റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിലായിട്ട് ഇങ്ങനെ തന്റെ കഴിവുകൾ ഇങ്ങനെ രചിക്കാൻ. അതിനിടെയാണ് എന്തായത്, മഹാനവറുകൾക്ക് വാദം പിടിപെട്ടു, തളർവാദം. അരയ്ക്ക് കീഴ്പോട്ട് എന്താക്കി, തളർവാദം പിടിപെട്ട് ചലനശേഷി നഷ്ടപ്പെടാണ്. അങ്ങനെ അദ്ദേഹം ഇതിന് ഒരു ചികിത്സയും ഇല്ലാതായി. ഡോക്ടർമാർ പോലും എന്താക്കി, ഇത് ചികിത്സയില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി. ഞാൻ അങ്ങനെയാണ്. അപ്പൊ തളർവാദം പിടിപെട്ട് പിന്നെ കഴിഞ്ഞു. പിന്നെ അരക്ക് താഴ്പോട്ട്, പിന്നെ ചലനശേഷിയില്ല, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കണമെങ്കിൽ വീട്ടുകാരനാക്കണം, എടുത്തു കൊണ്ടുപോകണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, എല്ലാവർക്കും ഒരു പ്രയാസപ്പെടുന്ന രീതിയിലായിപ്പോയി. മറ്റൊരു രോഗമായിപ്പോയി. മഹാൻ പറയുന്നു, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാനൊരു കവിത രചിക്കട്ടെ. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ നശീദയായിട്ട് ഞാൻ രചിക്കട്ടെ, നേർച്ചയാക്കി. അത് കാരണമായിട്ട് എന്റെ ഈ രോഗമെന്ന് ഷെഫിയായിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഇതിനു വേണ്ടി നേർച്ചയാക്കിയിട്ട് എന്താക്കി, അവര് ഖസീദ അങ്ങോട്ട് ഉണ്ടാക്കി. അതാണ് ഇത്, ഈ ഖസീദത്തുൽ ബുർദ. ഓക്കെ, അത്രയും മഹത്തായ ബുർദയാണ് നമ്മൾ പഠിക്കാൻ. ശരിക്ക് ബുർദ ഷരീഫിന്റെ യഥാർത്ഥ പേരെന്ന് പറയും ഖസീദത്തുൽ ബുർദ, അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. പിന്നെ അൽ കവാക്കിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ. കവാക്കിബുദ് ദുർരിയ, കൗക്കബ് തന്നെ നക്ഷത്രങ്ങൾ, ദുർരിയ എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ ഓരോ വരികളും നക്ഷത്രങ്ങളാണ്. 160 വരികളാണ്. അതും പഠിച്ചു വെച്ചോ. ബുർദയിൽ എത്ര വരികളുണ്ട്? 160 വരികളാണ്. ചെറിയ ഖസീദയാണ്. അതന്നെ കവാക്കിബുദ് ദുർരിയ, പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ. ഇങ്ങനെ ഇപ്പൊ ബുർദ ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ വരികളും ഇങ്ങനെ കത്തിജ്വലിക്കുന്നത് പോലെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും. അത്രയും പുണ്യമുള്ളതാണ്. ഫീ മദ്ഹി ഖൈറിൽ ബരിയ. പിന്നെ അങ്ങനെ ഈ ബുർദ എന്ന പേര് വന്നു, അത് പഠിച്ചു വെക്കാം. ഒട്ടേറെ ബുർദ മജ്ലിസാണ്. ബുർദ എന്ന പേര് വെക്കാൻ കാരണം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നശീദ മദ്ഹ് ഞാൻ ഇങ്ങനെ രചിക്കട്ടെ, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ഈ തളർവാദം ശിഫയാകണം എന്നുള്ള ഒറ്റൊരു നെയ്യത്തോടെ അദ്ദേഹം രചിക്കാൻ തുടങ്ങി. അങ്ങനെ മഹാനവറുകൾ ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിനെ വീണ്ടും സ്വപ്നത്തിൽ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഇങ്ങനെ വന്ന് തങ്ങൾ പറയുന്നു, നീ എന്റെ ഒരു മദ്ഹ് രചിച്ചിട്ട് അതൊന്ന് പാടുന്നതാണ്. ആര് കേൾക്കുന്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേൾക്കാണ് സ്വപ്നത്തിൽ. തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടിട്ട് ഇങ്ങനെ എന്താക്കി, എന്നുള്ള ബൈത്തിലേക്ക് എത്തി. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ബൈത്ത് വരും. ആ ബൈത്തിന്റെ അപ്പുറത്തെ വരി പാടാൻ കിട്ടുന്നില്ല. 2 പൊളി ഉണ്ടാവും ബൈത്തിന്. അപ്പുറത്തെ വരി പാടാൻ കിട്ടുന്നില്ല. വീണ്ടും ചൊല്ലി നോക്കി ആദ്യത്തെ ഭാഗം.
പിന്നെ പാടാൻ കിട്ടുന്നില്ല. അങ്ങനെ ശ്രമിച്ച് പാടാൻ കിട്ടാത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസൈരി ഇമാമിനോട് പറയാനെന്ത്, പാടിക്ക മോനെ, വ ഇന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ നാവ് കൊണ്ട് ചൊല്ലിക്കൊടുത്ത ആ ഒരു പാട്ട് ഏതിലുണ്ട്? ഈ ബുറുദയിലുണ്ട്. ആ വരിയമ്മ പഠിക്കും. അങ്ങനെ ഈ ബുറുദയിൽ എന്താക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ മഹാനവറുകൾ ഓരോ വരി ചൊല്ലുമ്പോഴും എന്താക്കാറുണ്ട്? അതേപോലെ ചൊല്ലാൻ വേണ്ടി ഇതിന് ഇജാത്ത് കൊടുക്കുമ്പോഴും എന്ത് പറയാറുണ്ട്? ഓരോ ബൈത്തിന് ശേഷവും മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. തങ്ങൾ പാടിക്കൊടുത്തതുണ്ടല്ലോ, ഒന്ന് അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അതിന്റെ യോജിപ്പിച്ചിട്ട് ഇതിന്റെ ജവാബായിട്ട് എന്ത് ആഡ് ചെയ്തു? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ ഒരു ബർക്കത്ത് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ ശാരീഹ്യങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ബുറുദ ബൈത്ത് ചൊല്ലിയിട്ട് രോഗശമനവും ആവശ്യങ്ങളൊക്കെ നിറവേറും. ഒരുപാട് അനുഭവങ്ങളാണ്. പഴയകാലത്തൊക്കെ ബുറുദ ബൈത്ത് മന്ത്രിക്കലൊക്കെ ഉണ്ട്. മഹാന്മാർ നിർദ്ദേശിക്കും, അവർക്ക് പോയിട്ട് നമ്മളതൊക്കെ മന്ത്രിക്കാൻ പറയും. സ്ഥാനം വിളിച്ചിട്ട് മന്ത്രിപ്പിക്കാൻ പറയും. കുറച്ച് ചെറിയ ഓതും, വെള്ളത്തിൽ ഓതും, പിന്നെ കുടിക്കും. അങ്ങനെ ചെയ്യുമ്പോ അതിന് ഫലം കിട്ടണമെങ്കിൽ ഒരുപാട് അദബുകളുണ്ട്, പഠിച്ചു വെച്ചോ. ഒരുപാട് ഷർത്തുകൾ പാലിക്കണം. അതിൽപ്പെട്ട ഒരു ഷർത്താണ് ഓരോ ബൈത്തിന് ശേഷം 160 ബൈത്തില്ലേ, ഓരോ ബൈത്തിന് ശേഷം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഇപ്പൊ ബുറുദ മജ്‌ലിസ് ഇങ്ങനെ ചട്ടപ്പെട്ട പോലെ തട്ടലും പൊട്ടലും ഇങ്ങനെ എന്തെല്ലോ ഉറുദു പാടലും ഇംഗ്ലീഷ് പാടലും ഇങ്ങനെ അങ്ങനെയല്ല ശരിക്കും ഉണ്ട്. അങ്ങനെ നടത്തിപ്പോട്ടെ. അതിന് ബുറുദ മജ്‌ലിസ് എന്ന് പറയണ്ട, മദ്ഹ് മജ്‌ലിസോ. ബുറുദ മജ്‌ലിസ് അതിന്റെ മട്ടത്തിൽ നടത്തിയാൽ അതിൽ പങ്കെടുത്ത പല ഉദ്ദേശം വെച്ച് പങ്കെടുത്ത ആൾക്കാരുടെ ഉദ്ദേശങ്ങൾ നിറവേറും, രോഗശമനം നേടാൻ പറ്റും. ഷർത്തുകളുണ്ട്. അതും ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇതും നമ്മൾ ഇതുവരെ കേൾക്കാത്ത സംഭവങ്ങൾ. നേരത്തെ പറഞ്ഞ ഒരു കിതാബിന്റെ പേരുണ്ടല്ലോ, ആ ഇതിന്റെ ഷറഹാണ്. അതിൽ പറയുന്നു, ഈ ബുറുദ ബൈത്ത് ചൊല്ലിയിട്ട് ഖസീദത്തുൽ ബുറുദ ചൊല്ലിയിട്ട് ആവശ്യ നിർവഹണം നേടണമെങ്കിൽ, രോഗശമനം നേടണമെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ എന്താക്കണം? മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിൽ, ഇന്നലെ അല്ലെ സലാത്തെല്ലാം നടക്കുന്ന സമയം, ആ സമയത്ത് മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ ഈ പറയുന്ന ആദാബുകൾ പാലിച്ചുകൊണ്ട് ഒരാൾ ബുറുദ ചൊല്ലുന്നത് പതിവാക്കിയാൽ അവന്റെ ഉദ്ദേശങ്ങൾ നിറവേറും, രോഗത്തിന് ശമനം ലഭിക്കും, എല്ലാ കാര്യങ്ങളും റാഹത്താവുന്നതാണ്. ഒന്ന് അൽ വുദൂഉ, വുദൂ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താക്കണം? നമ്മൾ വുദൂ എടുത്തിട്ടുണ്ട് എന്താക്കണം? ക്ലാസ്. മറ്റൊന്ന് ഖിബ്ലക്ക് മുന്നിടണം. അപ്പൊ നിങ്ങളൊക്കെ ഖിബ്ലക്ക് മുന്നിട്ടുണ്ട്. മൂന്നാമത്തേത് എന്താണ്? ചൊല്ലുമ്പോ അതിന്റെ അൽഫാദുകളൊന്നും തെറ്റാതെ എന്താക്കണം? റസൂലുള്ളാഹി മദ്ഹാണ്, റസൂലുള്ളാഹി അംഗീകരിച്ച ബൈത്താണ് അല്ലെ. മൂപ്പര് മഹാനവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് കൊടുത്താണ്. അപ്പൊ അതേപോലെ ചൊല്ലണം. മറ്റൊന്ന് അതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കലും നല്ലതാണ്. ചൊല്ലുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ പദ്യ രൂപത്തിൽ തന്നെ ചൊല്ലണം. ഇങ്ങനെ വായിച്ചാ പോരാ. അമിൻ തദക്കുരു ജീറാൻ ഇങ്ങനെ വായിച്ചാ പോരാ. പിന്നെ അമിൻ തദക്കുരു ജീറാനിൻ ബിദി സലമി അസജിതാ ദമൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. പഴയ കാലത്തൊക്കെ വയലോടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാവും. ആ ഉസ്താദ് വരുന്നതിനെ ഇത് ചൊല്ലും, ബുറുദ ചൊല്ലും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ഒരു ആനന്ദം പഴയ രീതിയിൽ. പിന്നെ ഇത് ഹിഫ്ളാക്കലും നല്ലതാണ്. ഹിഫ്ളാക്കിയിട്ട് ഇങ്ങനെ ചൊല്ലുന്നത് ഇതിന്റെ ഉത്തരം കിട്ടാൻ ഭയങ്കര ഫലം ഉണ്ടാവും. മറ്റൊന്ന് ഇജാഅത്തോടുകൂടി ചെല്ലല്, ഒന്നുകൂടി ഇതിന്റെ പിന്നെ ഉത്തരം കിട്ടാൻ വേണ്ടി. അപ്പോ മഹാന്മാരൊന്ന് ഇജാഅത്ത് കിട്ടുന്നതാണ് ബുറുദന്റെ ഇജാഅത്ത്. പിന്നെ ഓരോ വൈദ്യന് ശേഷവും നേരത്തെ പറഞ്ഞ പോലെ മൗലായ സ്വല്ലി എന്നുള്ള സ്വലാത്തില്ല.
പിന്നെ പറയുന്നു മൻ ഖറഅ ഹാദിൽ ഖസിയത ഫീ കുല്ലി ലൈലത്തിൽ ജുമുഅത്തിൻ ബൈനൽ മഗ്രിബി വൽ ഇശാഇ, അത് പറഞ്ഞ അതേ സംഭവം മഗ്രിബ് ഇശാഇനിടയിൽ വെള്ളിയാഴ്ച രാവ് ബുറുദ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യ അവസാനം വരെ ഈ പറഞ്ഞ ഷർത്തുകൾ പാലിച്ച് ചൊല്ലുന്നത് പതിവാക്കിയാൽ യമൂതു അലൽ ഈമാനി വൽ ഇസ്ലാം, മരിക്കുമ്പോ മുഅ്മിനായിട്ട് മാത്രമേ മരിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഖിബത്ത് നന്നാവണം. ഓക്കെ, നമ്മൾ ഇത്ര കാര്യങ്ങൾ വൃതമതിരിച്ചെന്നിട്ടെല്ലാം പോകുന്നതല്ലാതെ അതിന് നമ്മ പോണെങ്കിലും താഴെ ചെറുങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്നിട്ട് ഭക്ഷണം ഉണ്ടായിരിക്കും. അത് ഭൂതക്കണ്ണാലും വെച്ച് നോക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകണ്ട അല്ല. കാരണം വേറെ സ്ഥലത്ത് മജ്‌ലിസിന് പോകുന്നു, അവിടെ പോയാൽ ചോറും കിട്ടും. ഇവിടെ ഇങ്ങനെ വെറുതെ തുമ്മുട്ടെല്ലാം കേട്ട് ഒരു ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ പട്ടിണിയായി പോകും. നമ്മ പോണം എന്തിനു വേണ്ടി? എന്റെ രോഗം ശിഫയാവണം, എന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ബുദ്ധ മജ്‌ലിസിൽ. കൂട്ടത്തിൽ പറയട്ടെ അല്ലെ, നമ്മൾ MIC-യിൽ എന്താകുന്നത് ബുദ്ധ മജ്‌ലിസ് ഉണ്ടാക്കുന്നത്, അതെല്ലാം മാസം ഇവിടെ അല്ലേ നല്ല ആദ്യം മുതൽ അവസാനം വരെ വേറൊന്നും പാട്ടും പാടൊന്നുമില്ല, തന്നെ ബുദ്ധ തന്നെ തല്ലല ആനം തുടങ്ങാൻ ചൊല്ലി നമ്മള് ഒതോടുത്ത് ഉണ്ടാക്കാൻ നല്ല അത്ര തേച്ച് അല്ലാഹുവേ ഈ ഒരു ബുദ്ധ മജ്‌ലിസിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് എന്റെ പ്രയാസങ്ങളൊക്കെ തീർത്തരണം എന്നുള്ള ഉദ്ദേശത്തോട് പോയിക്കോ, നല്ല മാറ്റം ഉണ്ടാവും. ഒരിക്കല് സഅദുൽ ഖാറൂഫി എന്ന് പറയുന്ന ഒരാൾക്ക് എന്തായി, കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ട് വന്നതാണ്. കണ്ണിന് പ്രയാസം വന്നു, രോഗം വന്നു, അത്രത്തോളം അവസാനം കൂടിക്കൂടി കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി, സ്വപ്നത്തിൽ കാണാണ്. എല്ലാവർക്കും ഭാഗ്യം, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പൊ റസൂലുള്ള പറയണത് ആ ഇന്നാലെന്ന ഒരാളില്ലേ, അവിടെ പോയിട്ട് അവിടെ ബുറുദ ഉണ്ടോ, അത് വാങ്ങിയിട്ട് കണ്ണിലേക്ക് എന്താക്കുക, ആ ബുറുദ ഷരീഫ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചോ, എന്നിട്ട് പിന്നെ അള്ളാഹിനോട് അതിന്റെ തവസ്സുലാക്കിയിട്ട് രോഗശിഫ ചെടിക്കും. വേഗം മഹാനവർഗാക്കി രാത്രി തന്നെ പോയിന്നാ പറയും. അങ്ങനെ അവരോട് ചോദിച്ചു വാങ്ങി. അപ്പൊ ഈ ബുറുദന്റെ കോപ്പി അന്ന് വളരെ അപൂർവമായിരിക്കും, അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വാങ്ങി പഴയ കിതാബായിരിക്കും. അങ്ങനെ ഇസ്മായിൽ നബി എന്താക്കി, കണ്ണിന് ഇങ്ങനെ വെച്ചു. എന്നിട്ട് എന്താക്കി, മഹാനവറുകൾ ഈ മനുഷ്യൻ, ഈ രോഗിയായ മനുഷ്യൻ അവിടുന്ന് അത് പാരായണം ചെയ്തു. അള്ളാഹു എന്താക്കി, കണ്ണിന്റെ രോഗം ശിഫയാക്കി. കണ്ണിന്റെ രോഗം വർദ്ധിച്ചിട്ട് അമ്മ, അതായത് അദ്ദേഹത്തിന് കണ്ണിന് കുരുടൻ പോലെ ആയിത്തീരുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് നബിസങ്ങളെ സ്വപ്നത്തിൽ കണ്ടത്. ബുറുദ വാങ്ങിയിട്ട് കണ്ണിന് വെച്ചോ, എന്നിട്ട് ശിഫയാവും. ചില കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെന്നല്ല പറയുന്നതല്ല, ഇത്രയും ഭയങ്കര. അപ്പൊ നമ്മൾ ചിന്തിക്കാം, ബുറുദ ഷരീഫ് എന്നുള്ളത് എത്രത്തോളം മഹത്തുള്ളതാണ്. അത് പഠിക്കലും കേൾക്കലും, നല്ല ബുറുദ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുക. ഇനി യൂട്യൂബിൽ നമ്മൾക്ക് സമയം ഉണ്ടാകുമ്പോൾ നല്ല ബുറുദ മജ്‌ലിസ് ഉണ്ടാവും, എല്ലാം കേട്ട് ഇങ്ങനെ കിടക്കുക. നമ്മുടെ മനസ്സിങ്ങനെ തങ്ങളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുസൈർ ഇമാം സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ ഈ ബൈത്തുൽ റസൂലുള്ളാഹിനെ ചൊല്ലിപ്പിച്ചു. പിന്നെ ബാക്കി ഭാഗമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പൂർണ്ണമായി ചൊല്ലിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി എന്തെല്ലാത്ത സന്തോഷമായി, എന്നെ കുറിച്ചുള്ള മദ്ഹല്ലേ. അങ്ങനെ തങ്ങൾ എന്താക്കി, പിന്നെ തങ്ങളുടെ ബുറുദ, തങ്ങളുടെ ഒരു പതിപ്പുണ്ടായിരുന്നു, ആ ബുറുദ, ആ പതിപ്പെടുത്തിട്ട് ബുസൈർ ഇമാമിനെ ഒന്നാകെ അങ്ങനെ എന്താക്കി മൂടി, ഒരു ബർക്കത്ത് പോലെ. അതോട് എന്നിട്ട് ബുസൈർ ഇമാമിനെ മുഴുവൻ എന്താക്കി ഒന്ന് തടവിനാണ്. അതോടുകൂടി മൂപ്പര് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോ എത്രയോ കാലം തളർവാദമായിട്ട് നടക്കാൻ പറ്റാതെ എടുത്തുകൊണ്ടുവരുന്ന ആ മഹാനവറുകൾ നടക്കാണ്, കൈകാലൊക്കെ അനങ്ങാൻ തുടങ്ങി, അതൊക്കെ കീഴ്പോട്ട് ചലിക്കാൻ തുടങ്ങി. സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിനാണ്. ആരിതറിയില്ല, സ്വപ്നമല്ലേ. പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്റെ സദീഖായ നല്ല സൂഫിയായ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ പറഞ്ഞു, ആ നിങ്ങളാ ചൊല്ലിയ ബുറുദ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് തരണം എന്നാണ്. ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. ആരും അറിഞ്ഞിട്ടില്ല ഞാൻ രചിക്കുന്നതോ, കാരണം തളർവാദമായിട്ട് പുറത്തന്നെ പോകാതെ എത്രയോ കാലമായി. ആ കടത്തത്തിലാണ് ഇതിങ്ങനെ രചിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ പുറത്ത് രചിച്ചത്? അല്ല, ഞാൻ ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നു, അതും വലിയ സൂഫിയായ മനസ്സിലാണ്. നബിത്തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മദ്ഹ് ഇങ്ങനെ പാടുന്നുണ്ട്. അതിന്റെ തുടക്കം അമിൻ തദക്കുരുജി വനിം ബിദി സലമി മസജ്തദം അൻജറ മിൻ മുഖലതിൻ ബിദമി. അതിങ്ങനെ പാടുന്ന റസൂലുള്ളാഹ് സന്തോഷിച്ചിട്ട്
ഒരു ഇലയുടെ മുകളിലൂടെ ഒരു കാറ്റിങ്ങനെ പോകുമ്പോ ഇങ്ങനെ അനങ്ങുന്നുണ്ടായാല അതുപോലെ മനോഹരമായ റസൂൽ ആനന്ദത്തിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ടെന്നാണ് അത് ആസ്വദിച്ചു. അത് ഞാൻ കണ്ടിരുന്നു ഇന്നലെ സ്വപ്നത്തിൽ. അതുകൊണ്ട് ആ ബുർദ എനിക്കൊന്ന് തരും ബർക്കത്തിന്. അങ്ങനെ മഹാനവകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നതിന് അതിന്റെ ഒരു കോപ്പി കൊടുക്കാം ബർക്കത്തിന് വേണ്ടി. അത് പിന്നെ രാജകൊട്ടാരത്തിലൊക്കെ അറിഞ്ഞു വിളിപ്പിച്ചു. മുസ്ലിമായ രാജാവാണ്. അവര് അതിന്റെ ഒരു കോപ്പി വളരെ ബഹുമാനത്തോടെ എന്താക്കി അവിടെ വെച്ചു. എന്നിട്ട് ആ രാജാവിനോ അവരുടെ അഹലിനോ കുടുംബത്തിനോ എന്ത് പ്രയാസം വന്നാലും അവരെന്താക്കും, ആ ബുർദ ശരിക്ക് പാരായണം ഒരാൾ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് ബർക്കത്ത് കിട്ടാൻ വേണ്ടി അവര് ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വളരെ ബഹുമാനത്തിൽ അതിൽ പങ്കെടുക്കും എന്നൊക്കെ പറയും. ഇരിക്കില്ല, നിന്നിട്ട് കേൾക്കലാണ്. വിവാഹ സുൽത്താന മദ്ഹല്ലേ, ഞാനിങ്ങനെ ഇരിക്കലും അങ്ങനെ അവർ എന്താക്കും, അതേ കൊണ്ട് ബർക്കത്തെടുക്കും. പിന്നെ ഇതിന് 10 ഭാഗങ്ങളാണ് പൂർണ്ണമായി. നമ്മളത് പിന്നെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ 10 ഭാഗങ്ങൾ കാണും. ഓരോന്നും ഓരോ വിഷയങ്ങളാണ്. ഒന്നാമത്തത് 160 ബൈത്തിൽ ഒന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങാത്ത അനുരാഗം. ആ തങ്ങളെനിക്ക് തങ്ങളെന്റെ കൂടെ ഇല്ലല്ലോ, എത്രത്തോളം ഞാൻ പ്രേമിച്ച് അവശനായി അങ്ങനെ ഉറപ്പില്ലാതെ ഊണില്ലാതെ ഇങ്ങനെ മെലിഞ്ഞൊട്ടി റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ആ അടങ്ങാത്ത സ്നേഹം പാടുന്നതാണ് ഒന്നാം തുടക്കം തന്നെ. രണ്ടാമത്തത് നഫ്സിന്റെ ഇച്ഛകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും അതിന് വഴിപ്പെടരുത് എന്ന് പറയുന്ന, നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് 2 കാണിക്കും. മൂന്നാമത്തത് റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. നാലാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും ഉണ്ടായ അത്ഭുതങ്ങൾ. അഞ്ചാമത്തത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകളാണ്. ആറാമത്തത് ഖുർആനിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറയാണ്. ഏഴാമത്തെ ഭാഗം അൽ ഇസ്റാ വൽ മിഅ്റാജ് ആണ്. എട്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളെ കുറിച്ച്, അതിലുണ്ടായ അത്ഭുതങ്ങൾ. ഒമ്പതാമത്തത് തവസ്സുൽ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ട് പിന്നുള്ള ബൈത്തുകൾ. പത്താമത്തത് മുനാജാത്ത്, അതാണ് യാ അക്റമൽ ഖൽഖി മാലി മൻ ആലൂദു ബിഹി സിവാക ഇൻദ ഉലൂലിൽ ഹദീസിൽ ഹമീമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഒരുപാട് ഖസീദകൾ മഹാനവകൾ രചിച്ചിട്ടുണ്ട്. ഒന്ന് ഏറ്റവും പ്രശസ്തമായത് ഈ ബുർദ പോലെ തന്നെ ഖസീദത്തുൽ ഹംസിയ്യ. നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ അതും പഠിക്കണം. അതിൽ എത്ര വൈത്തുണ്ടായിരുന്നു? 457 വൈത്താണ്. റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ ഒരു ഇതാണ് ഭയങ്കരമായിട്ട് ലോകത്തറിയപ്പെട്ട ഹംസിയ്യ എന്ന് പറയുമ്പോൾ ഇത് മീമിയാണല്ലോ, മീമ കൊണ്ടുള്ളത് അവസാനിക്കുന്നത്, എല്ലാം ഹംസ കൊണ്ട് അവസാനിക്കുന്നത്. അതിന്റെ ഒരു വരിയിൽ കാണാം, കൈഫാ തർഖാ റുഖീകൽ അംബിയാഉ യാ സമാഅൻ മത്വലത്ഹാ സമാഉ, എല്ലാം ഹംസ കൊണ്ട് അവസാനിക്കുന്ന ഹംസിയ്യ. അതേപോലെ തന്നെ ഖസീദത്തുൽ മുദരിയ്യ, അതും അറിയപ്പെട്ട ഒരു ഇതാണ്. അതുപോലെ തന്നെ ഖസീദത്തുൽ മുഹമ്മദിയ്യ, അത് നമ്മൾ ഇതിലുണ്ട്. മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. അതൊക്കെ നോക്കാം. ഖസീദത്തുൽ മുഹമ്മദിയ്യ ഉണ്ടോ, എല്ലാ ബൈത്തുകളും തുടങ്ങുന്നത് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. എല്ലാ ബൈത്തിന്റെ അവസാനം എന്താണ്? മീമ കൊണ്ടാണ് അവസാനം, ഖസീദത്തുൽ മീമിയ്യ. അതേപോലെ റസൂലുള്ളാഹിന്റെ മദ്ഹിലായിട്ട് ഖസീദത്തുൽ ഹാഇയ്യ, ഹാ കൊണ്ട് അവസാനിക്കുന്നത്. അങ്ങനെ ഭയങ്കര അത്ഭുതമാണ്, ദാല് കൊണ്ട് അവസാനിക്കുന്നത്. ഒരുപാട് ഖസീദകൾ മഹാനവറുകൾ ഉണ്ടായി. അത് തസവൂഫിലും അതേപോലെ തന്നെ അർത്ഥം വരുന്ന, തസവൂഫിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു, അതുപോലെ തന്നെ തസവൂഫ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഒരു കവി അല്ലെ, ഒരു കവിത എഴുതി, എത്ര കവിതകൾ, അങ്ങനല്ല. വലിയ മഹാനായിരുന്നു. മാത്രമല്ല ഹിക്കം എന്നുള്ള ഗ്രന്ഥം എഴുതിയ മഹാനുള്ള പേരെന്താണ്? ഇബ്നു അത്താഉ സിക്കന്ദരി. ആ മഹാന്റെ കൂടെ ഈ നേരത്തെ പറഞ്ഞ അബൂ അബ്ദുല്ല മുർസി ഉണ്ടല്ലോ, അവരുടെ ശിഷ്യന്മാരിൽ പ്രമുഖരായ 2 ആളാണ് ബുസൈരി ഇമാമും അതേപോലെ തന്നെ ഇബ്നു അത്താഉ സിക്കന്ദരി. അവർ തസവൂഫിന്റെ കിതാബ് എഴുതി, ഇവരെന്താക്കി മഹബത്തിന്റെ രചനകൾ ഉണ്ടാക്കി. അങ്ങനെ 2 പേരും അറിയപ്പെട്ട ശിഷ്യന്മാരാണ്. അതില് ലാമിയ ബാനത്ത് സുഹാജ് എന്നുള്ളൊരു അറിയപ്പെട്ട ബൈത്തിന്റെ
അതേപോലെ തന്നെ മറ്റൊരു ബൈത്താണെന്ത്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് ആ ബൈത്തോട് അവസാനിപ്പിക്കും. എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ലദ്ദത്തിലൂടെ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? കാരണം സൂറത്തിൽ പഠിച്ചത് തന്നെ, നീ ചെയ്തതാ എല്ലാ വിഷയങ്ങളും നാളെന്താണ്? മസ്കൂലാണ്, നിന്നോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അതായത് എല്ലാ ദിവസവും നീ വിചാരിക്കും നാളെ തൗബ ചെയ്തിട്ടുണ്ടാക്കാം നന്നാവാ. പ്രത്യേകിച്ചും ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു എന്നൊക്കെ പേപ്പറിൽ വരുമ്പോ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്നത്, പിന്നെ എന്റെ അവസ്ഥ എന്തായാലും, അപ്പൊ നാളെ എന്താക്കാം തൗബ ചെയ്തിട്ട് നന്നാവാം, അടുത്ത ആഴ്ച ഞാൻ മരിച്ചാലും. അതിങ്ങനെ പിന്തിച്ച് നീ എടുത്ത അസമന്താക്കി നീ ഒഴിവാക്കും. നാളെ വിചാരിക്കും വേണം, ഇന്നിപ്പോ നേരത്തെ എണീക്കാൻ കഴിയില്ല, ഇനി അടുത്ത ആഴ്ച എന്താക്കാം തൗബ ചെയ്യുക, അടുത്ത വെള്ളിയാഴ്ച രാവ് തൗബ ചെയ്യുക. ഇങ്ങനെ നമ്മൾ തൗബനെ പിന്തിച്ച് കൊണ്ടുപോകും. നോക്കി, അപ്പോ വെറും അദ്ദേഹം മാത്രമല്ല, തസവുഫിലേക്കും വെളിച്ചം വീഴ്ത്തുന്ന ഒരുപാട് ഖസീദകൾ. അങ്ങനെ വലിയ ഇൽമിന്റെ ഒരു ബഹർ തന്നെയാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു സഈദ് അൽ-ബുസൂരി ഖദ്ദസല്ലാഹു. അപ്പൊ അവർക്കൊക്കെ എന്താക്കാം, നമ്മള് ഫാത്തിഹ വർദ്ധിപ്പിക്കുക. കാരണം അതിലൂടെ ആരിലേക്ക് എത്താൻ പറ്റും? റസൂലുള്ളാഹിനെ കണ്ടൊരു മനുഷ്യനല്ല. അപ്പൊ ബുർദ എന്ന് പേര് വന്നത് ആ ബുർദ എന്നാണ് പുതപ്പിച്ചത് കൊണ്ടാണ് ബുർദ എന്ന് ഈ അൽ കവാക്കിബ് ദുർരിയ ഫീ മദ്ഹി ഖൈറുൽ ബരിയ എന്നുള്ള ഈ നശീദക്ക് പേര് വെക്കാൻ കാരണം എന്നൊരു അഭിപ്രായം. ഇനി ബുർഉദ്ദാ എന്നും അഭിപ്രായമുണ്ട്. അത് ലോപിച്ചിട്ടാണ് ബുർദായത്. ബുർഉദ്ദാ എന്ന് പറഞ്ഞാല് രോഗശമനം, ബുർഉ തന്നെ ശമനം, അദ്ദാ എന്ന രോഗം. അപ്പൊ മുമ്പ് മഹാനവറുകളുടെ രോഗം ശമിച്ചല്ലോ റസൂലുള്ളാഹി തടവിയപ്പോ. അങ്ങനെ തളർവാദമൊക്കെ പോയി നല്ല ഉഷാറായി. അപ്പൊ ഈ ഖസീദ കൊണ്ടാണ് എന്തുണ്ടായത്? ഇതിന്റെ ഒരു ബറക്കത്ത് കൊണ്ടാണ് എന്തുണ്ടായത്? രോഗശമനം ഉണ്ടായത്. അപ്പൊ ബുർഉദ്ദ എന്ന് അറബികൾ ഉച്ചരിച്ചിരിച്ച എന്തായി? ബുർദ എന്നായതാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ രണ്ടും അഭിപ്രായമുണ്ട്. പൊതിപ്പിച്ചുകൊണ്ട് ബുർദ എന്നുള്ള ശരിക്കുള്ള പേര് തന്നെ. ബുർഉദ്ദ എന്നുള്ള ലോപിച്ചിട്ട് രോഗശമനം എന്നുള്ള. അപ്പൊ ചില ഇതിൽ കാണാം ബുസൈരി ഇമാമിന്റെ പുതപ്പ്, സ്നേഹത്തിന്റെ പുതപ്പ് ഗീതം, പുതപ്പ് ഗീതം തന്നെ ബുർദ, ഖസീദത്തുൽ ബുർദ, പുതപ്പ് ഗീതം. എന്തായാലും ഇതിന്റെ ശരിക്കുള്ള പേര് ഇതല്ല. അൽ കവാക്കിബ് ദുർരിയ, ജ്വലിക്കുന്ന നക്ഷത്രങ്ങൾ, ഫീ മദ്ഹി ഖൈറുൽ ബരിയ എന്നാണ്. ലോകത്ത് അറിയപ്പെടുന്നത് ബുർദ എന്നാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അടുത്ത ക്ലാസ്സിന് മുതൽ മുടങ്ങാതെ ഓരോ വരികളും പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ബുസൈരി ഇമാമിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ മഹബത്തിലായിട്ട് പ്രയാണം ചെയ്യാനും, ബുസൈരി ഇമാം ആ കത്തിജ്വലിക്കുന്ന നക്ഷത്രത്തെ കണ്ടതുപോലെ, സൂര്യപ്രകാശത്തെ കണ്ടതുപോലെ റസൂലുള്ളാഹിനെ നേരിട്ട് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ പുതിയൊരു കാൽവെപ്പ് നടത്തുകയാണ്. നീ ഇഷ്ടപ്പെട്ട നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പഠിക്കാൻ ഞങ്ങൾ തുടങ്ങണം. അല്ലാഹുവേ, അതിനുള്ള എല്ലാ സഹായവും തൗഫീഖും നീ നൽകണേ അല്ലാഹ്. അത് മുടങ്ങിപ്പോകുന്ന ഒരു കാര്യം നീ വരുത്തല്ല അല്ലാഹ്. ക്ലാസുകളോ അല്ലെങ്കിൽ മറ്റുള്ള മദ്രസകളോ മുടക്കാൻ നടക്കുന്നവരെ നീ തന്നെ നിയന്ത്രിക്കണേ അല്ലാഹ്. അവർക്ക് നീ സന്മനസ് കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഗൂഢാലോചനകളും അതേപോലെ തന്നെ ചതികളും നീ തന്നെ തകർക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മശായിഖന്മാരുടെ സഹായം നൽകണേ അല്ലാഹ്. അവരൊക്കെ ഇഖ്ലാസോടെ പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള മഹാന്മാർ, അവരുടെ മദതും അവരുടെ ഒരു സഹായവും ഞങ്ങളുടെ ക്ലാസ്സിൽ നീ നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, ഒരുപാട് തെറ്റുകൾ ചെയ്ത പാട്ടുകളാണ് അല്ലാഹുവേ. ഈ ഖസീദ പഠിച്ചിട്ട് തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവായി എന്റെ റസൂലുള്ളാഹിന്റെ മഹബത്തിലായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരൊക്കെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചും ഇഷ്ക് വച്ചും പ്രേമിച്ചും അവരൊക്കെ റസൂലുള്ളാഹിനെ കണ്ടുപോയി. അങ്ങനെ ആ ഇഷ്കിലായിട്ട് അവർ മരിച്ചുപോയി. അല്ലാഹുവേ, അങ്ങനെ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ ആശിഖീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് സമയം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ഖസീദത്തുൽ ബുർദയുടെ തുടക്കമായത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. അല്ലാഹുവേ, അടുത്ത ക്ലാസ് മുതൽ അത് ഓരോ ബൈത്തുകളായി വിശദീകരിച്ച് പഠിച്ച് റസൂലുള്ളാഹിനെ അകമഴിഞ്ഞ് സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖൽബിന്റെ ഉള്ളിൽ മഹബത്തിന്റെ കുളിർമഴ
പെയ്യുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തണേ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കള് കുടുംബങ്ങളെയും എല്ലാവരെയും സുൽത്താന മഹബത്ത് വെക്കുന്ന ആ ഹബീബിന്റെ മേൽ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കാരായിട്ട് നീ മാറ്റണേ. സുൽത്താനെ കുറിച്ച് ഓർക്കാത്തൊരു ദിവസങ്ങൾ ഞങ്ങൾക്ക് നീ വരുത്തണേ. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തില്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.